ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐ പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേടെക് കാറ്റഗറി 3 നാച്ചുറൽ സയൻസ്. ഇനി വരാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നമുക്ക് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നാച്ചുറൽ സയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതിൽ ബോട്ടണി ഉണ്ട്, അതേപോലെ തന്നെ സുവോളജിയും വരുന്നുണ്ട്. രണ്ട് ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ ഈ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് MSc ഒക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സബ്ജക്റ്റുമായിട്ടൊക്കെ കുറച്ചൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരിക്കും അല്ലേ? അതായത് ഇപ്പോൾ ബോട്ടണി പഠിക്കുന്നവരാണെങ്കിൽ MScക്ക് ബോട്ടണി പഠിക്കുന്നുണ്ട്, പക്ഷേ സുവോളജിയുമായുള്ള കണക്ഷൻ അവിടെ പയ്യെ പോകും. സുവോളജിക്കാരാണെങ്കിൽ അങ്ങനെ തന്നെ MScക്ക് സുവോളജി പഠിക്കുന്ന സമയത്ത് നമുക്ക് ബോട്ടണിയുമായുള്ള കണക്ഷൻസ് പോകും. പക്ഷേ ഈ രണ്ട് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഈ എക്സാം നമുക്ക് പാസ്സാവാനായിട്ടും സാധിക്കുകയുള്ളൂ. ഈ കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് നമ്മുടെ നാച്ചുറൽ സയൻസ് എക്സാം എന്ന് പറഞ്ഞാൽ വളരെ ടഫായിട്ടാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എന്നാൽ ഈ റീസെൻ്റ്ലി കഴിഞ്ഞ എക്സാം കുറച്ചുകൂടി എളുപ്പമായിരുന്നു അല്ലേ? നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കാണും. എല്ലാ പ്രാവശ്യവും അതേപോലെ എളുപ്പമായിരിക്കും എന്ന് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ റീസെൻ്റ്ലി കഴിഞ്ഞ എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ +2 ടെക്സ്റ്റിൽ നിന്ന് തന്നെ ചോദിച്ചതിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. BT cotton ഈസ് റെസിസ്റ്റൻറ്റ് ടു ഓപ്ഷൻ എ ബാക്ടീരിയ, ഓപ്ഷൻ ബി ഫംഗൈ, ഓപ്ഷൻ സി ഇൻസെക്ട്, ഓപ്ഷൻ ഡി നെമറ്റോഡ്. BT cotton എന്ന് പറയുന്ന പ്ലാന്റ് താഴെ തന്നിട്ടുള്ള ഓർഗാനിസത്തിൽ ഏത് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസിനാണ് റെസിസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഇൻസെക്ട്സ് ആണ്. ഞാൻ പറഞ്ഞു +2 ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിളായുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കവിടെ ബയോടെക്നോളജിയുടെ 2 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസും അതേപോലെ ബയോടെക്നോളജി ആപ്ലിക്കേഷൻസും. അപ്പോൾ അതിൽ സെക്കൻഡ് ചാപ്റ്ററിലാണ് നമ്മൾ ഈ കാര്യം പഠിക്കുന്നത്. BT cotton അതേപോലെ തന്നെ ഗോൾഡൻ റൈസ്, അപ്പം അങ്ങനെയുള്ള ജനറ്റിക്കലി മോഡിഫൈഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ഓർഗാനിസത്തെക്കുറിച്ചും അതേപോലെ ബയോളജിക്കൽ പ്രൊഡക്ട്സ്, ആനിമൽസിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ബയോളജിക്കൽ പ്രൊഡക്ട്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഈ പറയുന്ന +2 ഭാഗത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതേപോലെ എങ്ങനെയാണ് ഈ BT cottonൽ ഇൻസെക്റ്റ് വന്ന് കുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് സ്വന്തമായിട്ട് ഈ പ്ലാന്റ് എങ്ങനെയാണ് റെസിസ്റ്റ് ചെയ്യുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്കവിടെ പഠിക്കാനായിട്ടുണ്ട് അല്ലേ? അതായത് ഇതൊരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ടോക്സിൻ നമ്മുടെ ഇൻസെക്റ്റിൻ്റെ ബോഡിയിൽ ചെന്നിട്ട് അതിൻ്റെ എന്താ പറയുക ഇൻഡസ്ട്രിയിൽ അവിടെ കുറച്ച് ചെറിയ ചെറിയ ഹോൾസ് ഫോം ചെയ്യുന്നുണ്ട്. ആ ഹോൾസ് ഫോം ചെയ്യുന്ന വഴിയാണ് ഇൻസെക്റ്റ് ഡെഡായി പോകുന്നത്. അതിൻ്റെ പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പെരിഫറലായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ എങ്ങനെയാണ് ഈ ടോക്സിൻ ആക്റ്റീവ് ആകുന്നത്, അതേപോലെ ഇത് ഇനാക്റ്റീവ് ടോക്സിൻ ആണ്, അങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട് നമുക്ക് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിനി പഠിക്കുന്ന സമയത്ത് ഓർക്കണം, ഇത് നമുക്ക് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിരുന്നതാണ് എന്നുള്ളത് കൂടി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following best describe collateral vascular bundle in dicot stem? Dicot stemമിൽ collateral vascular bundle ഡിസ്ക്രൈബ് ചെയ്യുന്നത് താഴെ തന്നിട്ടുള്ള ഏത് ഓപ്ഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സൈലം ആൻഡ് ഫ്ലോയം അറേഞ്ച്ഡ് ഓൺ alternate radii, xylem internal and phloem external with a cambium in between, phloem completely surrounds xylem, xylem external and phloem internal. അപ്പോൾ ഡൈക്കോട്ട് പ്ലാന്റ്സിൽ കാണുന്ന കൊളാട്രൽ വോസ്കുലാർ ബണ്ടിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ നോക്കി, സൈലം ആൻഡ് ഫ്ലോയം അറേഞ്ച്ഡ് ഓൺ ഓൾട്ടർനേറ്റ് റേഡി. അതായത് ഒരു സൈലം, അത് കഴിഞ്ഞ് ഫ്ലോയം, ദെൻ സൈലം, പിന്നെ ഫ്ലോയം. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് സൈലം ആൻഡ് ഫ്ലോയം അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം റൂട്ടിലാണ് ഈ ഒരു അറേഞ്ച്മെന്റ് കാണുന്നത്. അത് ഡൈക്കോട്ട് ആയിക്കോട്ടെ മോണോക്കോട്ട് ആയിക്കോട്ടെ, റൂട്ടിലാണ് എന്ത് കാണുന്നത്, ഡിഫറെൻറ്റ് റേഡിയസിൽ സൈലവും ഫ്ലോയും അറേഞ്ച് ചെയ്തേക്കുന്നത്. സ്റ്റെംസിൽ ആണെങ്കിൽ ഒരു സെയിം റേഡിയസിൽ തന്നെ ആയിരിക്കും സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെ അറേഞ്ച്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, സൈലം ഇന്റേണൽ ആൻഡ് ഫ്ലോയം എക്സ്റ്റേണൽ. അകത്ത് നമുക്ക് സൈലം കാണാം, ദെൻ പുറമേ ആയിട്ട് ഒരു വോസ്കുലാർ ബണ്ടിലിന്റെ അകത്ത് സൈലവും അതേപോലെ പുറത്ത് നമുക്ക് എന്ത് കാണാം, ഇവിടെ ഇങ്ങനെ ഫ്ലോയും നമുക്ക് കാണാം. ആൻഡ് ഇൻ ബിറ്റ്വീൻ നമുക്ക് ഇതിനിടയിലായിട്ട് ക്യാമ്പിയത്തിന്റെ പ്രസൻസും കാണാൻ സാധിക്കും. അപ്പം അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് ടൈപ്പ് സൈലം ആൻഡ് ഫ്ലോയം അറേഞ്ച്മെന്റ്സ് ഉണ്ട്, വോസ്കുലാർ ബണ്ടിൽസ് ഉണ്ട്. അതിൽ റേഡിയൽ വോസ്കുലാർ ബണ്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞു, സൈലവും അതേപോലെ തന്നെ ഫ്ലോയും ഡിഫറെൻറ്റ് റേഡിയസിൽ ഒന്ന് മറ്റൊന്നിനോട് ഓൾട്ടർനേറ്റ് ആയിട്ട് കാണുന്നതെങ്കിൽ അങ്ങനെയുള്ള വോസ്കുലാർ ബണ്ടിലിനെ നമ്മൾ പറയുന്ന പേരാണ് റേഡിയൽ വോസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത്. ആൻഡ് ദ ബണ്ടിൽസ് ആർ സെപ്പറേറ്റഡ് ബൈ പാരങ്കൈമാറ്റസ് ടിഷ്യൂ. പാരങ്കൈമാറ്റസ് ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ഈ സൈലം ഫ്ലോയം ബണ്ടിൽസിനെ സെപ്പറേറ്റ് ചെയ്ത് കാണാം. ആൻഡ് മോണോക്കോട്ട് ആൻഡ് ഡൈക്കോട്ട് റൂട്ട്സിലാണ് നമുക്ക് ഈ റേഡിയൽ വോസ്കുലാർ ബണ്ടിൽ
കാണുന്നത്. ഇനി കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിലുണ്ട്. സൈലവും ഫ്ലോയവും സെയിം റേഡിയസിലായിരിക്കും പ്രസന്റ് ആയിട്ടുള്ളതെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് കൺജോയിന്റ് എന്ന് പറയും. അത് തന്നെ നമുക്ക് വീണ്ടും ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. കൺജോയിന്റ് കൊളാട്രൽ ഉണ്ട്, കൺജോയിന്റ് ബൈ കൊളാട്രൽ ഉണ്ട്. കൊളാട്രൽ എന്ന് പറയുമ്പോൾ ഇതേപോലെ ഒരു റേഡിയസ്, ആ ഒരു റേഡിയസിൽ നമ്മുടെ സൈലം ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഫ്ലോയവും കാണാം. ഓക്കെ, സൈലം പ്ലേസ് ടുവേർഡ്സ് ഇൻസൈഡ്, ഉള്ളിലായിട്ട് സൈലവും കാണാം, പുറമേ ആയിട്ട് ഫ്ലോയവും കാണുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് കൊളാട്രൽ എന്ന് പറയും. അപ്പോൾ ബൈ കൊളാട്രൽ എന്തായിരിക്കും? ബൈ കൊളാട്രൽ രണ്ടെണ്ണം നമുക്ക് എന്തെങ്കിലും കാണാൻ സാധിക്കും അല്ലേ? അതായത് സൈലത്തിൻ്റെ സെന്ററിൽ സൈലം ആണെങ്കിൽ ആ സൈലത്തിന് രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് ഫ്ലോയം കാണാൻ സാധിക്കും. അതാണ് ബൈകൊളാട്രൽ, കൺജോയിന്റ് ബൈകൊളാട്രൽ എന്ന് പറയുന്നത്. ഫ്ലോയം ഒക്യൂസ് ഓൺ ബോത്ത് ദ ഔട്ടർ ആൻഡ് ഇന്നർ സൈഡ് ഓഫ് ദി സൈലം. കുക്കുർബിറ്റേസിയ ഫാമിലിയിലാണ് നമ്മൾ എന്ത് കാണുന്നത്? ബൈകൊളാട്രൽ കാണുന്നത്. ഇനി ഈ കൊളാട്രലിൽ തന്നെ നമുക്ക് ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിലുണ്ട്, ഓപ്പൺ വാസ്കുലാർ ബണ്ടിലുണ്ട്. അതായത് സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിലായിട്ട് ക്യാമ്പിയം പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? കൺജോയിന്റ് കൊളാട്രലിലെ ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയും അല്ലേ? സ്റ്റെംസിലും നമ്മുടെ ഡൈക്കോട്ടിൻ്റെയും ജിംനോസ്പേമിൻ്റെയും സ്റ്റെംസിലായിട്ടാണ് നമുക്ക് എന്ത് കാണുന്നത്? ഇതേപോലെ ക്യാമ്പിയത്തിൻ്റെ പ്രസന്റ് കാണുന്ന കൊളാട്രൽ ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ കാണുന്നത്. പക്ഷെ നേരെ മറിച്ച് സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഇടയിൽ നമുക്ക് ക്യാമ്പിയം കാണുന്നില്ല എങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയും. മോണോകോട്ട് സ്റ്റെംസിലാണ് ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽ കാണുന്നത്. ഇതൊക്കെ ബേസിക് ആയുള്ള കാര്യങ്ങളാണ് നമ്മൾ +1 ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നുണ്ട്. ആൻഡ് ഇത് നമ്മൾ പഠിക്കുന്നില്ല, ഈ പറയുന്ന കൊളാട്രൽ ബൈകൊളാട്രൽ അവിടെ പഠിക്കുന്നില്ല. ദെൻ കോൺസെൻട്രിക്, അതും പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കോൺസെൻട്രിക്, ഒരു സർക്കിൾസ് പോലെ അല്ലെങ്കിൽ ഒന്നൊന്നിനോട് ചുറ്റിയായിരിക്കാം കാണുന്നത് എന്നൊരു ഐഡിയ ആദ്യം മനസ്സിൽ കൊണ്ടുവരാം. സൈലം ആൻഡ് ഫ്ലോയം ആർ പ്രസന്റ് ഇൻ എ കോൺസെൻട്രിക് സർക്കിൾ ഓൺ എറൗണ്ട് അതർ ഇൻ സം സ്റ്റെംസ്. ചില സ്റ്റെംസിൽ നമുക്ക് ഇതുപോലെ കാണാനായിട്ട് സാധിക്കും. രണ്ട് ടൈപ്പ് ഉണ്ട്, ആംഫിക്രൈബൽ ഓർ ഹാഡിയോസെൻട്രിക് എന്ന് പറയുന്നൊരു ടൈപ്പ് ഉണ്ട്. ദെൻ അതിൽ സൈലം ലൈസ് ഇൻ ദ സെൻറ്റർ വിത്ത് ഫ്ലോയം സറൗണ്ടിങ് ഇറ്റ്. സൈലം സെൻറ്ററിലാണെങ്കിൽ ആ സൈലത്തിനെ സറൗണ്ട് ചെയ്ത് നമുക്ക് ഫ്ലോയം കാണാൻ സാധിക്കും. അത് കാണുന്നത് നമ്മുടെ പോളിപ്പോഡിയ എന്ന് പറഞ്ഞ ഫേൺ, അതേപോലെ ഡൈക്കോട്ട്, അക്വാട്ടിക് ആയുള്ള ആൻജിയോസ്പേംസിലൊക്കെയാണ് നമുക്ക് എന്ത് കാണില്ല? ആംഫിക്രൈബൽ വാസ്കുലാർ ബണ്ടിൽ കാണുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ആംഫിവാസൽ എന്ന് പറയുന്നത്. ഇതും ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ആംഫിവാസൽ എന്താണെന്ന്. ഓർ ലെപ്റ്റോസെൻട്രിക് എന്ന് പറയും കേട്ടോ. അപ്പം ഹെഡോസെൻട്രിക് അല്ലെങ്കിൽ ലെപ്റ്റോസെൻട്രിക് എന്ന് പറഞ്ഞ രണ്ട് ടൈപ്പാണ്. ആ ലെപ്റ്റോസെൻട്രിക്കിൽ എന്തായിരിക്കും? ഫ്ലോയം സെൻറ്ററിലായിരിക്കും. ഓക്കെ, സെൻറ്ററിൽ ഫ്ലോയം ആയിരിക്കും. ആ ഫ്ലോയത്തിൻ്റെ രണ്ട് സൈഡിലുമായി നമുക്ക് എന്ത് കാണാൻ സാധിക്കും? സൈലം കാണാനായിട്ട് സാധിക്കും. ഫ്ലോയം ലൈസ് ഇൻ ദ സെൻറ്റർ വിത്ത് സൈലം സറൗണ്ടിങ് ഇറ്റ്. സൈലം അതിനെ ചുറ്റിയിട്ടായിരിക്കാം കാണുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലോയം സെൻറ്ററിലായിരിക്കും, അതിന് ചുറ്റും നമുക്ക് സൈലം കാണാം. ഓക്കെ, അതിൽ വേറെ കണ്ടീഷൻസ് ഉണ്ട്. ഇവിടെ പറഞ്ഞേക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. സെൻറ്ററിൽ ഫ്ലോയം, ദെൻ പുറമെ സൈലം. ഇവിടെ എങ്ങനെയായിരുന്നു? സെൻറ്ററിൽ സൈലം, ദെൻ പുറമെ ഫ്ലോയം. ആ രീതിയിലാണ് നമ്മുടെ ഡ്രാഗൺ പ്ലാന്റ്, ഡ്രസീന ആൻഡ് യൂക്കയിലൊക്കെയാണ് ഇതിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ഡ്രസീന ആൻഡ് യൂക്ക എന്ന് പറഞ്ഞ പ്ലാന്റിലൊക്കെയാണ് നമുക്ക് എന്ത് കാണുന്നത്? ആംഫിവാസൽ വാസ്കുലാർ ബണ്ടിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാസ്കുലാർ ബണ്ടിലാണ്. ദെൻ ആനുവൽ റിംഗ്സ് ഫോം ഡ്യൂ ടു പ്രൈമറി ഗ്രോത്ത്, സെക്കൻഡറി ഗ്രോത്ത്, ഫോട്ടോട്രോപ്പിസം, ദെൻ ഗ്രാവിട്രോപ്പിസം. ആനുവൽ റിങ്സ് ഫോം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള, നമുക്ക് എന്താ പറയുക, കണ്ണടച്ചാണ് ശ്രദ്ധ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആനുവൽ റിങ്സ് ഫോം ചെയ്യുന്നത് എപ്പോഴാണ്? സെക്കൻഡറി ഗ്രോത്തിൻ്റെ സമയത്താണ്. പ്രൈമറി ഗ്രോത്ത് കഴിഞ്ഞ് സെക്കൻഡറി ഗ്രോത്ത് എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ടൈം പീരീഡിലാണ് ആനുവൽ റിങ്ങിൻ്റെ ഫോർമേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ്, ഗുഹ ആൻഡ് മഹേശ്വരി അറ്റംപ്റ്റ് ആന്തർകൾച്ചർ ഇൻ. ആന്തർകൾച്ചർ ഇവർ സ്റ്റാർട്ട് ചെയ്തത് ഏത് പ്ലാന്റിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡാറ്റൂറ എനോക്സിയ, ഓപ്ഷൻ ബി ഒറൈസ സറ്റൈവ, ഓപ്ഷൻ സി സോളാനം ട്യൂബറോസം ആൻഡ് ഓപ്ഷൻ ഡി ടിട്രിക്കം ഏസ്റ്റിവം. ഇതിലെ ഗുഹ ആൻഡ് മഹേശ്വരി ആന്തർകൾച്ചർ സ്റ്റാർട്ട് ചെയ്ത രണ്ട് പ്ലാന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഡാറ്റൂറ എനോക്സിയ എന്ന് പറയുന്ന പ്ലാന്റിലാണ്. Then next, interkinesis is the stage between. Interkinesis എന്ന് പറയുന്നത് എന്തിനെല്ലാം ഇടയിലുള്ള സ്റ്റേജ് ആണ് എന്നാണ് കേട്ടോ. ഓപ്ഷൻ എ പ്രൊഫേസ് 1 ആൻഡ് പ്രൊഫൈസ് 2, ഓപ്ഷൻ ബി ടിലോഫേസ് 1 ആൻഡ് ടിലോഫേസ് 2, ഓപ്ഷൻ സി പ്രൊഫേസ് 2 ആൻഡ് ടിലോഫേസ് 2,
ആൻഡ് ഓപ്ഷൻ ഡി ടിലോഫേസ് 1 ആൻഡ് പ്രൊഫേസ് 2. അതിൽ ഇന്റർകൈനസീസ് എന്ന് പറയുന്നത് നമുക്ക് 2 ടൈപ്പ് സെൽ ഡിവിഷൻസ് ഉണ്ട് അല്ലേ, മൈറ്റോസിസും ഉണ്ട് അതേപോലെ മിയോസിസും ഉണ്ട്. മിയോസിസിൽ തന്നെ നമുക്ക് എന്തൊക്കെയുണ്ട്, മിയോസിസ് 1 ഉണ്ട് അതേപോലെ തന്നെ മിയോസിസ് 2 ഉണ്ട്. മിയോസിസ് 1ൽ വന്നതാണ് എന്ത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രൊഫേസ് 1 വരുന്നുണ്ട്, അതേപോലെ മെറ്റാഫേസ് 1 വരുന്നുണ്ട്, ദെൻ അനാഫേസ് 1 വരുന്നുണ്ട്, ദെൻ ടീലോഫേസ് 1 വരുന്നുണ്ട്. ഈ ടീലോഫേസ് 1 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഫേസ് എന്ന് പറയുന്നത് എന്താണ്, മിയോസിസ് 2 ആണ്. അതായത് പ്രൊഫേസ് 2 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പ്രൊഫേസ് 2, ദെൻ മെറ്റാഫേസ് 2, അനാഫേസ് 2 ആൻഡ് ടീലോഫേസ് 2. അപ്പം ഈ ടീലോഫേസ് 1 കഴിഞ്ഞ് പ്രൊഫേസ് 2 തുടങ്ങുന്നതിന് ഇടയിലായിട്ടുള്ള ഒരു ചെറിയൊരു പീരീഡ് ഉണ്ട്. ആ ഒരു ടൈം പീരീഡിനെ നമ്മൾ പറയുന്ന പേരാണ് ഇന്റർകൈനസീസ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ, ടിലോഫേസ് 1 ആൻഡ് പ്രൊഫേസ് 2. ഇതിനിടയിലായിട്ട് കാണപ്പെടുന്ന ഒരു സ്റ്റേജ് ആണ് ഇന്റർകൈനസീസ് എന്ന് പറയുന്ന സ്റ്റേജ്. നമ്മൾ ഒരു സെൽ ഡിവിഷൻ എടുക്കുവാണെങ്കിൽ ഇത്രയേറെ സ്റ്റേജസിലൂടെയാണ് സെൽ ഡിവിഷൻ കടന്നു പോകുന്നത് അല്ലേ. നമുക്കതിൽ ഒരു എസ് ഫേസ് ഉണ്ട്, G2 ഫേസ് ഉണ്ട്, G1 ഫേസ് ഉണ്ട് അല്ലെ. ആദ്യം പിന്നെ അതേപോലെ തന്നെ M ഫേസ് ഉണ്ട്. അപ്പോൾ G1 ഫേസ് ആണ് ശരിക്കും നമ്മൾ ആ ഒരു സെൽ ഗ്രോത്ത് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫേസ് എന്ന് പറയുന്നത്. അതിനുശേഷം DNA ഡ്യൂപ്ലിക്കേഷന് വേണ്ടി പോകുന്ന അടുത്തൊരു ഫേസ് ആണ് എസ് ഫേസ് എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്നതാണ് G2 ഫേസ്. G2 ഫേസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പോകുന്നത് M ഫേസിലേക്കാണ്. അവിടെയാണ് പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ് എന്ന് പറയുന്ന ഫേസസ് കാണുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ ആയിട്ടുള്ള സൈറ്റോകൈനസിസും കാണാൻ കഴിയുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഓക്കെ, ദെൻ ഇതിനിടയിലായിട്ട് ചെക്ക് പോയിന്റ്സ് ഒക്കെയാണ്. നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് ചെക്ക് പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ആൻഡ് ഈ G1ഉം എസ് ഫേസും G2 ഫേസും എല്ലാം കൂട്ടി നമ്മൾ പറയുന്ന ഇത്രയും എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ പറയുന്ന പേരാണ് ഇന്റർഫേസ് എന്ന് പറയും. ആൻഡ് ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ഫേസ് ആണ് നമ്മൾ M ഫേസ് എന്ന് പറയുന്നത്. ഇന്റർഫേസിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് G1 ഫേസ് ആണ്. DNA ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്ന ഫേസ് എന്ന് പറയുന്നത് എസ് ഫേസ് അല്ലെങ്കിൽ സിന്തസിസ് ഫേസ് എന്ന് പറയുന്ന ഫേസ് ആണ്. അങ്ങനെയുള്ള കുട്ടി കുട്ടി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഇനി മിയോസിസ് 1, മിയോസിസ് 2 റിപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ നടക്കുന്ന ഒരു സെൽ ഡിവിഷൻ ആണ് മിയോസിസ് 2 നമുക്ക് 1 and 2 എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ മിയോസിസ് 1ൽ പ്രൊഫേസ് 1ൽ കുറച്ച് സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കിറ്റിൻ, ഡിപ്ലോട്ടിൻ ആൻഡ് ഡയാകൈനസിസ്. ഒരു മിക്ക എക്സാംസിനും നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രൊഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെപ്റ്റോഡ് എന്ന് പറഞ്ഞ സ്റ്റേജിലാണ്. സിനാപ്സിസ് ബിഗിൻ ചെയ്യുന്നത് സൈഗോട്ടിനിലാണ്. പാക്കറ്റിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. റിക്കോമ്പിനേഷൻ നൊഡ്യൂൾസ് ഒക്കെ റിക്കോമ്പിനേഷൻ ഒക്കെ നമുക്ക് കാണപ്പെടുന്നത് പാക്കറ്റിനിലാണ്. ദെൻ നമ്മുടെ സിനാപ്സിസിന്റെ ഫോർമേഷൻ അത് എൻഡ് ചെയ്യുന്നതും കയാസ്മാറ്റ ഫോർമേഷൻ ഒക്കെ നടക്കുന്നത് ഡിപ്ലോട്ടിനിലാണ്. ആൻഡ് ഫോം ചെയ്ത കയാസ്മാറ്റ ഡിഅസോസിയേറ്റ് ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ സംഭവിക്കുന്ന ഡയാകൈനസിസിലാണ്. അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ അവിടെ ഉണ്ട്. ഞാൻ എന്താ പറയുക, പെട്ടെന്നൊന്ന് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. അത്യാവശ്യം നല്ല ഡെപ്തിൽ നമുക്കത് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. ഇതും +1 ടെക്സ്റ്റ് ബുക്കിൽ വളരെ സിമ്പിളായിട്ട് കൊടുത്തിട്ടൊരു ഭാഗം കൂടിയാണ് നമ്മുടെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വിച്ച് ഫംഗസ് റിപ്രൊഡ്യൂസ് asexually ത്രൂ ദ ഫോർമേഷൻ ഓഫ് കൊണീഡിയ? ഓപ്ഷൻ എ റൈസോപ്പസ്, ഓപ്ഷൻ ബി മ്യൂക്കർ, ഓപ്ഷൻ സി പെനിസിലിയം ആൻഡ് ഓപ്ഷൻ ഡി ആൽബുഗോ. താഴെ തന്നിട്ടുള്ള ഏത് ഫംഗസ് ആണ് ഇവരുടെ അസെക്ഷൽ റീപ്രൊഡക്ഷന് ഫലമായിട്ട് കൊണീഡിയ ഫോം ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. വിച്ച് ഫംഗസ് റിപ്രൊഡ്യൂസ് asexually ത്രൂ ദ ഫോർമേഷൻ ഓഫ് കൊണീഡിയ? ഏതാ ആൻസർ പറയുന്നത് ഓപ്ഷൻ സി ആണ്, പെനിസിലിയം ആണ്. നമുക്ക് ഫൈക്കന ക്ലാസിഫിക്കേഷനിൽ നമുക്ക് ഫംഗസിനെ കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്. അതിൽ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫംഗസ് ഉണ്ട് അവിടെ അല്ലേ. നമുക്ക് സാക് ഫംഗി ഉണ്ട്, ക്ലബ് ഫംഗി ഉണ്ട്, ഫൈഗോമൈസൈറ്റ്സ്, ആൽഗൽ ഫംഗി ഉണ്ട്, അതേപോലെ ഫംഗി ഇംപെർഫെക്റ്റ്. അങ്ങനെ ഫംഗസുകൾ കുറേ അധികം ഉണ്ട്. അതിൻ്റെ സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. ഒരുപാട് ഡെപ്തിലല്ല എങ്കിൽ പോലും ബേസിക് ആയ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അതേപോലെ തന്നെ എക്കണോമിക് ഇമ്പോർട്ടൻസ്, നമുക്ക് ഉപകാരപ്രദമായുള്ള കാര്യങ്ങൾ ഇവർ നമുക്ക് നൽകുന്നുണ്ട്. അതേപോലെ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ എന്താ പറയുക, കൃത്യമായിട്ട് ഓർത്ത് വെച്ച് പഠിക്കാം കേട്ടോ. നെക്സ്റ്റ്, ഡാഷ് ഈസ് നോട്ട് ആൻ ഇഫക്റ്റ് ഓഫ് സോയിൽ പൊല്യൂഷൻ. തന്നിട്ടുള്ളവയിൽ സോയിൽ പൊല്യൂഷൻ ഇഫക്റ്റ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആസിഡ് റെയിൻ, ഓപ്ഷൻ ബി ഡിഫോറസ്റ്റേഷൻ, ഓപ്ഷൻ സി ലോസ് ഓഫ് ഫെർട്ടിലിറ്റി, ഓപ്ഷൻ ഡി സോയിൽ ഇറോഷൻ. ഇതിൽ സോയിൽ പൊല്യൂഷൻ്റെ ഇഫക്റ്റ് അല്ലാത്തത് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ആസിഡ് റെയിൻ ആണ്. ഇറ്റ്സ് നോട്ട് ആൻ ഇഫക്റ്റ് ഓഫ് സോയിൽ പൊല്യൂഷൻ. നെക്സ്റ്റ്,
Chlorosis or yellowing of leaf is caused by the deficiency of all except magnesium, iron, nitrogen, calcium. Chlorosis. ഈ ക്ലോറോസിസ് നമുക്കറിയാം അത് കോസ് ചെയ്യുന്നത് ചില എലമെന്റ്സിന്റെ കുറവ് കൊണ്ടാണ്. അത് ഏതാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഏതാണ് ഓർ എക്സെപ്റ്റ് അത് തന്നിട്ടുള്ളവയിൽ ഏതാണ് അതിന് കാരണം അല്ലാത്തത്, എക്സെപ്റ്റ് എന്നാണ്. അതിൽ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കാൽസ്യം ആണ്. കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് ക്ലോറോസിസ് ആയിട്ട് ബാധിക്കുന്നില്ല. ബാക്കി മഗ്നീഷ്യം ആയിക്കോട്ടെ, അയൺ ആയിക്കോട്ടെ, നൈട്രജൻ ആയിക്കോട്ടെ, ഇവരുടെ ഡെഫിഷ്യൻസി നേരെ എന്തിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്? ക്ലോറോസിസിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നോക്കിയേ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്കതിൽ ഏതൊക്കെയായിരുന്നു? മഗ്നീഷ്യം, അയൺ ആൻഡ് നൈട്രജൻ. കണ്ടോ, നൈട്രജൻ, അതേപോലെ മഗ്നീഷ്യം, ദെൻ അയൺ. ഇതിൻ്റെ എല്ലാം ഡെഫിഷ്യൻസി കാരണം നമുക്ക് ക്ലോറോസിസ് സംഭവിക്കുന്നുണ്ട്. ഇത് കുറച്ച് എന്താണ് നമ്മുടെ ഡെഫിഷ്യൻസി ഡിസീസ് ആൻഡ് സിംറ്റംസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി കാൽസ്യം ഡെഫിഷ്യൻസി പറയുന്നുണ്ട് ഇവിടെയൊക്കെ കേട്ടോ. അതേ, നമ്മുടെ നെക്രോസിസ് സംഭവിക്കുന്നത് കാൽസ്യം ഡെഫിഷ്യൻസി കൊണ്ടാണ്. അതേപോലെ നമ്മുടെ സ്റ്റണ്ടഡ് ഗ്രോത്ത് കാൽസ്യം ഡെഫിഷ്യൻസി കാരണമാകുന്നുണ്ട്. പക്ഷെ ക്ലോറോസിസിന് ഒരിക്കലും കാൽസ്യം ഡെഫിഷ്യൻസി കാരണമാകുന്നില്ല. അതാണ് തന്നിട്ടുള്ളതിൽ ഏത് ഒഴിച്ച് ബാക്കി എല്ലാമാണ്. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാൽസ്യം ആണ് നമ്മുടെ ക്ലോറോസിസിന്റെ കാരണം അല്ലാത്തത്. ആൻഡ് ഓൾ ഓവർ ദി പാർട്സിൽ അല്ലെങ്കിൽ എല്ലാ പാർട്സിലും ക്ലോറോസിസ് ഉണ്ടാകാൻ കാരണമാണ് നമ്മുടെ നൈട്രജൻ, പൊട്ടാസ്യം, മഗ്നീഷ്യം, സൾഫർ, അയൺ, മാംഗനീസ്, സിങ്ക് ആൻഡ് മോളിബിഡനത്തിന്റെ ഡെഫിഷ്യൻസി. ഇന്റർവെയിനൽ ക്ലോറോസിസ് ആണെങ്കിൽ, നമ്മുടെ വെയിൻസിന്റെ ഇടയിൽ കാണുന്ന ക്ലോറോസിസ് ആണെങ്കിൽ മഗ്നീഷ്യം, അയൺ, മാംഗനീസ് ആൻഡ് സിങ്ക് ആണ് കാരണമായിട്ടുള്ളത്. മാർജിനൽ ക്ലോറോസിസിന് കാരണം പൊട്ടാസ്യം ആണ്. ഇനി നെക്രോസിസ്, ടിഷ്യൂസ് ഡെഡ് ആവുന്നതിന് നമ്മൾ പറയുന്നതാണ് നെക്രോസിസ്. അതിന്റെ ഡെഫിഷ്യൻസി മിനറൽസ് എന്ന് പറയുന്നത് മഗ്നീഷ്യം, പൊട്ടാസ്യം, കാൽസ്യം, സിങ്ക്, മോളിബിഡനം ആൻഡ് കോപ്പർ. ദെൻ സ്റ്റണ്ടഡ് ഗ്രോത്തിന് കാരണമായിട്ടുള്ള എന്താ പറയാ, അല്ലെങ്കിൽ എന്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് സ്റ്റണ്ടഡ് ഗ്രോത്തിന്റെ കാരണം ചോദിക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം, പൊട്ടാസ്യം ആൻഡ് സൾഫർ. ഇനി ആന്തോസയാനിൻ ഫോർമേഷന് എന്തിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി മൂലമാണ് കാരണം ചോദിക്കുവാണെങ്കിൽ അവിടെയും നൈട്രജൻ വരുന്നുണ്ട്, ഫോസ്ഫറസ്, ദെൻ മഗ്നീഷ്യം ആൻഡ് സൾഫർ. ആൻഡ് ഡിലേഡ് ഫ്ലോറിംഗ്, നൈട്രജൻ, സൾഫർ ആൻഡ് മോളിബിഡനം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിൾ ആണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ എഴുതി വെക്കുകയോ ചെയ്യാം കേട്ടോ. ദെൻ കോപ്പറിന് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഡൈബാക്ക് ഓഫ് ഷൂട്ട്, റിക്ലമേഷൻ ഡിസീസ്, അതേപോലെ എക്സാന്തേമ ഇൻ സിട്രസ് അല്ലെങ്കിൽ ഗമോൺ ബാർക്കും ഇതിനെല്ലാം കാരണമാകാം. കാൽസ്യം ഡെഫിഷ്യൻസിയുടെ ഒരു പ്രധാനമായും നമുക്ക് ഐഡന്റിഫിക്കേഷൻ പറ്റിയ ഒന്നാണ് ഹുക്ക് ലീഫ് ടിപ്പ്. ലീഫ് ടിപ്പ് പയ്യെ ഇങ്ങനെ ഹുക്ക് പോലെ ചുളുങ്ങി വരുന്നൊരവസ്ഥ. ദെൻ ചെറിയ ലീഫ് വലിപ്പം വയ്ക്കാതെ സൈസ് ചെറുതായിട്ടാണ് വന്നതെങ്കിൽ സിങ്ക് ഡെഫിഷ്യൻസി ആണ്. ബോറോൺ ഡെഫിഷ്യൻസി ആണെങ്കിൽ ബ്രൗൺ ഹാർട്ട് ഓഫ് ടേർണിപ്പ് ആൻഡ് ഇന്റേണൽ കോർക്ക് ഓഫ് ആപ്പിൾ ആണ് ബോറോൺ ഡെഫിഷ്യൻസിക്ക് മൂലം വരുന്ന കുറച്ച് സിംറ്റംസ് എന്ന് പറയുന്നത്. മോളിബിഡനം ഡെഫിഷ്യൻസി ആണെങ്കിൽ വിപ്റ്റൈൽ ഓഫ് കോളിഫ്ലവർ ആൻഡ് ക്യാബേജ്. പൊട്ടാസ്യം ആണെങ്കിൽ കേർഡ് ലീഫ് മാർജിൻ ആണ് കാരണമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. The next, there are the two statements marked as assertion A and the reason R. Choose the correct answer. അല്ല, അസെർഷനും നമുക്ക് റീസണും തന്നിട്ടുണ്ട്. ആൻസർ കറക്റ്റ് ചെയ്താന്ന് ചൂസ് ചെയ്യാനാണ്. അസെർഷൻ, transpiration pool is the primary force responsible for the ascent of sap in all trees. Reason, it generates a negative pressure in leaf xylem, pulling water upward through a continuous column. ഇതിൽ അസെർഷൻ തന്നിട്ടുള്ളത് നമുക്കറിയാം, നമ്മുടെ അസെൻഡ് ഓഫ് സാപ്പ് നമ്മുടെ ടോൾ ട്രീസിൽ കാണാൻ കഴിയുന്ന ഒരു എന്താ പറയുക ഒന്നാണ് അസെൻഡ് ഓഫ് സാപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ അസെൻഡ് ഓഫ് സാപ്പ് നടക്കാൻ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ട്രാൻസ്പിറേഷൻ ഫുൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്പിറേഷൻ ഫുൾ ഇസ് ദ പ്രൈമറി ഫോഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ അസെൻഡ് ഓഫ് സാപ്പ് എന്നാണ് പറയുന്നത്. അതായത് ഈ ട്രാൻസ്പിറേഷൻ ഫുൾ നടക്കുമ്പോഴാണ് അസെൻഡ് ഓഫ് സാപ്പ് നടക്കുന്നതാണ് പറയുന്നത്. അതിൻ്റെ റീസൺ, അത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ലീഫ് സൈലത്തിൽ ഒരു നെഗറ്റീവ് പ്രഷർ അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ നെഗറ്റീവ് പ്രഷർ ഉള്ളത് കൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം മുകളിലേക്ക് ഇങ്ങനെ പുള്ള് ചെയ്യാനായിട്ടാണ് മാറുന്നത് അല്ലെങ്കിൽ സഹായിക്കുന്നതാണ് പറയുന്നത്. നമുക്ക് തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ എ ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് explains. Option B, both A and R are true but R does not explain. C, A is true but R is false.
ഡി എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. എയും ട്രൂ ആണ്, ആറും ട്രൂ ആണ്, റീസണും ട്രൂ ആണ്. കറക്റ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത് അസെഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ കൂടിയാണ് നമ്മുടെ എന്ത് റീസൺ എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് എസെൻറ്റ് ഓഫ് സാപ്പ് ഓർ വാട്ട് ഈസ് സാപ്പ്? സാപ്പ് എന്ന് പറയുന്നത് നമ്മൾ സൈലത്തിൽ വെള്ളം കാണാം, ആ വെള്ളത്തിൻ്റെ കൂടെ ഡിസോൾവ് മിനറൽസ് കാണാം. അപ്പോൾ ഈ റൂട്ടിൽ നിന്നും ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനെ പറയുന്നതാണ് സാപ്പ് എന്ന് പറയും. ദ വാട്ടർ വിത്തിൻ ദ സൈലം along with dissolved mineral from root. റൂട്ടിൽ നിന്ന് വലിച്ചെടുക്കുന്ന അല്ലെങ്കിൽ റൂട്ടിലൂടെ വലിച്ചെടുക്കുന്ന വാട്ടർ, അതിൻ്റെ കൂടെ നമുക്ക് എന്ത് കാണാം? മിനറൽസ്, ഡിസോൾവ് മിനറൽസും കാണാം. ആൻഡ് ഇതിൻ്റെ അപ്വേർഡ് ട്രാൻസ്പോർട്ടിനെ പറയുന്ന പേരാണ് എസൻ ഓർ സാപ്പ് എന്നാണ് ഇതിനെ പറയുന്നത്. Then next, which statement is regarding photophosphorylation is correct? Photophosphorylation-മായി ബന്ധപ്പെട്ട കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻ എ, cyclic photophosphorylation produce both ATP and NADPH. Option B, non-cyclic photophosphorylation involve only PS1. Option C, photolysis of water occurs in PS2. ഓപ്ഷൻ ഡി, ATP synthesis occurs in the thylakoid lumen. നമ്മുടെ ആൻസർ വന്നത് ഓപ്ഷൻ സി ആണ്. കറക്റ്റ് ആയുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫോട്ടോലൈസ് ഓഫ് വാട്ടർ ഒക്യൂസ് ഇൻ PS2. PS2-ലാണ് വാട്ടർ ബ്രേക്കിംഗ് അല്ലെങ്കിൽ ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ നടക്കുന്നത്. അതിൽ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ ATPയും NADPHും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഓൺലി ATP മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുന്നത് PS1 മാത്രമല്ല, PS2 കൂടി നടക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ കുറച്ച് ഡിഫറൻസ് കൂടി നോക്കാം. PS1 മാത്രമാണ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ഇൻവോൾവ് ആയിട്ടുള്ളത്. നോൺ സൈക്ലിക്കിലാണെങ്കിൽ PS1 ഉണ്ട്, PS2 ഉണ്ട്. സൈക്ലിക്കിന്റെ റിയാക്ഷൻ സെന്റർ എന്ന് പറയുന്നത് P700 ആണെങ്കിൽ നോൺ സൈക്ലിക്കിന്റെ റിയാക്ഷൻ സെന്റർ എന്ന് പറയുന്നത് P618 ആണ്. ഇവിടെ ഇലക്ട്രോൺസ് സൈക്ലിക് ആയതുകൊണ്ട് തന്നെ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. നോൺ സൈക്ലിക്കിൽ ഇലക്ട്രോൺ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും തിരിച്ചു വരില്ല. സൈക്ലിക്കിൽ വാട്ടർ ബ്രേക്കിംഗ് നടക്കുന്നില്ല, ഫോട്ടോലൈസ് ഓഫ് വാട്ടർ നടക്കുന്നില്ല. പക്ഷേ നമ്മുടെ നോൺ സൈക്ലിക്കിൽ ഫോട്ടോലൈസ് ഓഫ് വാട്ടർ നടക്കുന്നുണ്ട്. കാരണം എന്താ പറയുക, നമുക്ക് PS2-വുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഫോട്ടോലൈസ് ഓഫ് വാട്ടർ നടക്കുന്നത്. ഇവിടെ സൈക്ലിക്കിൽ PS2 പ്രസന്റ് അല്ല. ദെൻ ഫോട്ടോഫോസ്ഫോറിലേഷൻ ടേക്ക് പ്ലേസ് ഇൻ 2 places. 2 ഭാഗങ്ങളായിട്ട് ഫോസ്ഫോറിലേഷൻ നടക്കുന്നുണ്ട്. ഇവിടെ നോൺ സൈക്ലിക്കിലാണെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് ATPയുടെ ഫോർമേഷൻ അല്ലെങ്കിൽ ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത്. ഇവിടെ സൈക്ലിക്കിൽ ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എൻ എക്സ്റ്റേണൽ ഇലക്ട്രോൺ ഡോണർ. ഒരു എക്സ്റ്റേണൽ ഇലക്ട്രോൺ ഡോണറിന്റെ ആവശ്യമില്ല, ഓൾ ഇലക്ട്രോൺസ് വെച്ചിട്ട് തന്നെ അവരത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നോൺ സൈക്ലിക്കിൽ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രോൺ ഡോണറിന്റെ ആവശ്യമുണ്ട്. വാട്ടറോ H2SO പോലുള്ള ഏതെങ്കിലും ഒരു ഡോണറിന്റെ ആവശ്യം അവിടെ വരുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് സെൻസിറ്റീവ് ടു ഡൈക്ലോറോ ഡൈമീഥൈൽ യൂറിയ. DCMA-യുമായിട്ട് അത്രയും സെൻസിറ്റീവ് അല്ല നമ്മുടെ സൈക്ലിക് എന്ന് പറഞ്ഞാൽ. പക്ഷെ നോൺ സൈക്ലിക് ഈസ് വെരി സെൻസിറ്റീവ് ടു DCMA ആൻഡ് ഇൻഹിബിറ്റ് ഇലക്ട്രോൺ ഫ്ലോന്നത് തടയും. അപ്പോൾ സൈക്ലിക്കും നോൺ സൈക്ലിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ആൻഡ് ഇത് എവിടെയാണ് നടക്കുന്നത്, അതുമായി അസോസിയേറ്റ് ചെയ്ത നമ്മുടെ എൻസൈംസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. The next, which plant group is haploid gametophyte phase in dominant, vascular tissue absent, and the sporophyte nutritionally developed dependent gametophyte on the pteridophyta, bryophyta, gymnosperm and thallophyte. ഇതിൽ ഏത് പ്ലാന്റ് ഗ്രൂപ്പാണ് അവരുടെ ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റ് ഫേസ് ഡോമിനൻ്റ് ആയിട്ടുള്ളത്, വാസ്കുലർ ടിഷ്യൂ ആബ്സെൻ്റ് ആയിട്ടുള്ളത്, ആൻഡ് ഗാമറ്റോഫൈറ്റ് സ്പോറോഫൈറ്റ് ന്യൂട്രീഷന് വേണ്ടിയിട്ട് ഗാമറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്നത്? ഓപ്ഷൻ ബി ബ്രയോഫൈറ്റ് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വന്നത് കേട്ടോ. നമ്മുടെ ആൻസർക്ക് ഫസ്റ്റ് വന്നതിൽ താലോഫൈറ്റി ആയിരുന്നു ആൻസർ, ബട്ട് അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ബ്രയോഫൈറ്റി ആണ് ഇതിൻ്റെ ആൻസർ. ദെൻ പ്രൈമറി സെക്സേഷൻ ഒക്യൂസ് ഇൻ. പ്രൈമറി സെക്സേഷൻ നടക്കുന്നത് എവിടെയാണ്? ഏറ്റവും ആദ്യം എവിടെയായിരിക്കും സെക്സേഷൻ നടക്കുന്നത്? ബണ്ട് ഫോറസ്റ്റ്, ഓൾഡ് ഫീൽഡ്, ബെയർ റോക്ക്, ദെൻ ഫ്ലഡഡ് ലാൻഡ്. ആൻസർ ഓപ്ഷൻ സി ആണ്, ബെയർ റോക്കിലാണ് പ്രൈമറി സെക്സേഷൻ. സെക്കൻഡറി സെക്സേഷൻ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്താ പറയാം, ബേൺഡ് ഫോറസ്റ്റോ അല്ലെങ്കിൽ ഫ്ലഡഡ് ലാൻഡ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് പറയാനായിട്ട് സാധിക്കും. ദെൻ പ്ലാന്റ് ഹോർമോൺസ് വന്ന ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്സിൻ പ്രമോട്ട് ലീഫ് ഫോൾ. ഓപ്ഷൻ ബി എപ്പിക്കൽ ഡോമിനൻസ്, ഓപ്ഷൻ സി സീഡ് ഡോർമൻസി ആൻഡ് ഓപ്ഷൻ ഡി ഫ്ലവർ അബ്സിഷൻ. ഇതിൽ ഓക്സിൻ പ്രമോട്ട് ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ്, എപ്പിക്കൽ ഡോമിനൻസിനെയാണ്
പ്രൊമോട്ട് ചെയ്യുന്നത്. എപ്പിക്കൽ ഡോമിനൻസിനെ തടയുന്നൊരു ഹോർമോൺ കൂടിയുണ്ട്, സൈറ്റോകൈനിൻ അല്ലേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹോർമോൺസുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രയും മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്കിനി ഏതൊക്കെ ടോപ്പിക്ക് വേണം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയുള്ള ക്വസ്റ്റ്യൻസ് വേണം എന്നൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം. IPLSൽ കേട്ടറ്റ് കാറ്റഗറി 3 നാച്ചുറൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സിലബസ് ബേസ്ഡ് ആയുള്ള ക്ലാസ്സുകളാണ്. കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, അതായത് മെൻ്റൽ സപ്പോർട്ടും അതേപോലെ തന്നെ എക്സാംസും, വീക്ക്ലി എക്സാംസും മന്ത്ലി എക്സാംസും PDF നോട്ട്സും, അങ്ങനെ എന്തൊക്കെയാണോ നമ്മുടെ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് കോഴ്സ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഫീസ് സ്ട്രക്ചേഴ്സ് ഇതിനെക്കുറിച്ചെല്ലാം അറിയാൻ വേണ്ടിയിട്ട് 8606445522 ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് പറയുവാണെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുന്നോട്ട് പോകാം. അതായത് ഏതെങ്കിലും ഏരിയ നമുക്ക് സ്പെസിഫൈ ചെയ്ത് വേണമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്